ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു മീഷോ സ്കാമിനെ കുറിച്ച്. അപ്പോൾ അതിനെനിക്ക് കുറേ റെസ്പോൺസ് കിട്ടി, കുറേ കമൻറ്റ് കിട്ടി, ഫുൾ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കുക, മീഷോ അല്ല, ആ, മീഷോയുടെ പേരിൽ ഇറങ്ങുന്ന കുറേ സ്കാമാണ്. അല്ലാതെ മീഷോനല്ല ഞാൻ ഇതിലിവിടെ നെഗറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നു. വർക്ക് ഫ്രം ഹോം, നമുക്ക് ഇത്ര സാലറി കിട്ടുന്നു, അപ്പോൾ കൊള്ളാലോ എന്നും പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യാൻ പറയും. അത് നമ്മുടെ യൂസർ നെയിം, ഫോൺ നമ്പർ, ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, പാസ്വേഡ് വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിനകത്ത് കയറുവാണ്. അത് കഴിയുമ്പോൾ ഉള്ളതാണ് നമുക്ക് ഒരു മീഷോയുടെ ഒരു പേജ് വരെ നമുക്കത് ഓപ്പണായി വരും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് കിടപ്പുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് അല്ല, ഈ നമ്മൾ തന്നേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ബാലൻസ്, നമുക്ക് എത്ര ടോട്ടൽ ഉണ്ട് എന്നുള്ളത് നമുക്കത് അവർ കാണിച്ചിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ അവരോട് ചാറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ ഒരു ഏജൻറ്റിനോട്, എനിക്ക് വന്നത് ആന്യ ദേവി എന്ന് പറഞ്ഞ ഈ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഫോൺ നമ്പർ, പേര്, ഏജ്, നമ്മുടെ ജെൻഡർ. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബാണോ, അത് നമ്മളവിടെ പറയുന്നു. അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് അവർ നമുക്ക് അയച്ചു തരും. ഇതാണ് നിൻ്റെ അടുത്ത് ടാർഗറ്റ്, നീ ഇത് ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ലെവൽ തരുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഒരു യൂറിനറി ബാഗാണ്. ഈ ബാഗ് നമ്മൾ സെയിൽ ചെയ്യണം. അപ്പോൾ സെയിൽ ചെയ്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും, അത് സെയിൽ ആയിക്കോളും. ഓക്കെ, സെയിലായപ്പോൾ ഓർഡർ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. 160 രൂപ നമുക്ക് അക്കൗണ്ടിൽ പ്രൈസ് അത് കയറി, കമ്മീഷൻ ഏർണിങ് 50 രൂപ കിട്ടി. അപ്പം നമ്മൾ മുമ്പ് ഇടുന്ന 80, ഇപ്പോൾ കിട്ടിയ 80, മുമ്പ് ഇടുന്ന 60 കൂടെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 100 സംതിങ് കിട്ടും. അതിൽ നമുക്ക് 120 രൂപ ആയിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് എടുക്കാൻ പറ്റുക. പിന്നെ അപ്പോൾ ഇത് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, പിന്നെ ആരുടെ പേരിലാണ് ഇരിക്കുന്നത്, IFSC കോഡ്, നമ്മുടെ ഇമെയിൽ, ഇത്രയും സാധനങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഈ ഗ്രാബ് ആപ്പ് വഴി നമ്മൾ സൈനപ്പ് ചെയ്തു, നമ്മൾ മീഷോയിൽ സെയിൽ ചെയ്തു, നമുക്ക് കമ്മീഷൻ കിട്ടി. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇതിൻ്റെ കയറുന്നത് 100 എൻട്രി ഫീസ് കൊടുത്തിട്ടാവും. അപ്പോൾ നമ്മൾ കൊടുത്ത് നമുക്ക് 199 രൂപ സൈസ്, നമുക്ക് 200 രൂപ സൈസ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അടുത്ത ലെവൽ അവർ ചോദിക്കുന്നത് 500 രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരുവാണെങ്കിൽ 1000 നമ്മൾ അങ്ങോട്ട് തരുന്നതായിരിക്കും. അപ്പം 100 കൊടുത്തു, 200 കിട്ടി, അല്ലെങ്കിൽ 199 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 500 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ 500 കൊടുക്കുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, തിരിച്ച് 1000 ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 1000, അപ്പോൾ നമ്മൾ അടുത്ത അവരുടെ ടാസ്ക് ഈ 1000 കൊടുക്കുക, 2000 തരാമെന്നായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്ത് പോകുമ്പോൾ അവസാനം ഒരു തുകയാവും. ചിലപ്പോൾ ഒരു 10,000 ആവും, ചിലപ്പോൾ അതിൽ കൂടുതലാവും. അങ്ങനെ എത്രയോ രൂപകൾ നമ്മൾ പൈസ അവർക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചത് ചിലപ്പോൾ കിട്ടത്തില്ല. ഈ 100 കൊടുക്കുമ്പോൾ 200 കിട്ടിയതുപോലെ ഈ 500, 1000 കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരണം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്നും അവർ മൈൻഡ് ആക്കൂല. പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാ, അല്ലെങ്കിൽ നീ പൊക്കോന്നായിരിക്കും ആ ഏജൻറ്റ് നമുക്ക് തരുന്ന റിപ്ലൈ. അപ്പോൾ ഒരിക്കലും ഞാൻ മീഷോയെ നെഗറ്റീവ് പറയല്ല, മീഷോയുടെ പേരിൽ ഇറങ്ങുന്ന ഇങ്ങനെ സ്കാമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ വർക്ക് ഫ്രം ഹോം, പിന്നെ അല്ലാതെ സെയിൽ ചെയ്യാനായിട്ട് ആളെ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ എന്താ പറയുക, ഇങ്ങനത്തെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കാമിൽ നമ്മൾ ചെന്ന് അകപ്പെടാതിരിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.